പുന്നമടക്കായലിലെ വീരനും വാശിക്കും മത്സരശേഷവും ഒടുക്കമില്ല. ഫോട്ടോ ഫിനിഷിലെ വിജയത്തെ ചൊല്ലി തർക്കവും സംഘർഷവും ഉണ്ടായി. കാരിച്ചാൽ ചുണ്ടന്റെ വിജയം അംഗീകരിക്കില്ലെന്നും സംഘാടകരുമായി ഒത്തുകളി നടന്നു എന്നുമുള്ള ആരോപണവുമായി വിയപുരം ചുണ്ടനും നടുഭാഗം ചുണ്ടനും രംഗത്തെത്തി. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാലും VBC കൈനഗരി തുഴഞ്ഞ വിയപുരവും ഫിനിഷിംഗ് പോയിന്റ് തൊട്ടത് ഒരേ സെക്കൻഡിൽ. സമയം സ്ക്രീനിൽ തെളിഞ്ഞത് ഒന്നുപോലെ. പിന്നീടുള്ള വിഭജനത്തിലാണ് 5 മൈക്രോ സെക്കൻഡിന്റെ വിജയം കാരിച്ചാലിനെന്ന അറിയിപ്പ് വന്നത്. പിന്നാലെ തുഴയാവേശം തർക്കമായി മാറി. കാരിച്ചാലിന് വേണ്ടി സംഘാടകർ ഒത്തുകളിച്ചെന്ന വിയപുരത്തിന്റെ ആരോപണം. സമയവിഭജനം എന്തിന്റെ അടിസ്ഥാനത്തിലെന്ന അറിയില്ലെന്നും പരാതി. തുഴഞ്ഞുകയറുന്നതിന്റെ വീഡിയോ പരിശോധിക്കണമെന്നും ആവശ്യം. പള്ളാത്തുരുത്തിയും വിയപുരം ഒരുമിച്ചാണ് വന്നത്. മൈക്രോ സെക്കൻഡ് പോലും വ്യത്യാസമില്ല. സംഘാടകർ നമ്മളായിട്ട് അടുക്കുന്നില്ല. വിയപുരമാണ് ലീഡ്. വിയപുരം നിങ്ങൾ നോക്കണം, നിങ്ങൾ കയറി നോക്കുക. ഒരിക്കലും വീഡിയോ ടൈം ബോർഡിൽ ഒരേ ടൈം മൈക്രോ സെക്കൻഡ് ഒരേ ടൈം ബോർഡിൽ ശരിയല്ല. മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലും അട്ടിമറി നടന്നെന്ന ആരോപണവുമായി നടുഭാഗം ചുണ്ടനും രംഗത്തെത്തി. ആവേശപ്പോരിൽ കിരീടമുയർത്തിയെങ്കിലും പതിവ് പോലുള്ള ആഘോഷങ്ങളില്ലാതെയാണ് കാരിച്ചാൽ ചുണ്ടൻ തുഴഞ്ഞ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വേദി വിട്ടത്. സംഘാടകരുടെ തീരുമാനം അംഗീകരിക്കുന്നത് മര്യാദയുടെ ഭാഗമെന്നാണ് കാരിച്ചാലിന്റെ നിലപാട്. പരാതിയുമായി മുന്നോട്ടു പോകാനാണ് വിയപുരത്തിന്റെ തീരുമാനം. മത്സരാവേശമെങ്കിലും ആതിഥേയരായ 2 ടീമുകൾ തമ്മിലുള്ള തർക്കം നെഹ്റു ട്രോഫിയുടെ നിറം കെടുത്തി. ടീം 24 ആലപ്പുഴ.